2021 നടന്ന നമ്മുടെ മാറ്റിൻ്റെ NMSൻ്റെ മാറ്റിൻ്റെ 40 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. 41 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ കോഡ് എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് ആൽഫ കോഡുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഡിസ്കഷൻ എടുക്കാവുന്നതാണ്. 41ാമത് ചോദ്യം പറയുന്നത്, നിയ അവളുടെ വീട്ടിൽ നിന്ന് 12 മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്ററും പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടക്കുന്നു. ഇവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ നടക്കുന്നു. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഏത് ദൂരത്താണ് എത്തി നിൽക്കുന്നതെന്നാണ് ചോദ്യം. നിയ അവളുടെ വീട്ടിൽ നിന്ന് 12 മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു. 12 മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 12 മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കും. നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് മാപ്പ് ചെയ്യാം. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ നടക്കുന്നു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ക്ലോക്കിൻ്റെ സൂചി വലത്തോട്ട്, ക്ലോക്കിൻ്റെ സൂചി ചലിക്കുന്ന പോലെ ചലിക്കണം. അപ്പോൾ നമ്മൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് 12 മീറ്റർ നടക്കും. അപ്പോൾ നമുക്ക് ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും 10 മീറ്റർ ഇടത്തോട്ട് നടക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ സൂചി ഇനി ക്ലോക്ക് പോകുന്ന പോലെ പോകാൻ പാടില്ല. നമ്മൾ ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് തിരിയണം. അപ്പോൾ 10 മീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു. വീണ്ടും അവിടെ നിന്ന് 12 മീറ്റർ ഇടത്തോട്ടാണ് വീണ്ടും തിരിയുന്നത്. അപ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിയുന്നു പറയുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് പോകേണ്ട ഇടത്തോട്ട് പറയുമ്പോൾ ക്ലോക്ക് വൈസ് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്നു. ആൻറ്റി ക്ലോക്ക് വൈസും പോകുമ്പോൾ നമുക്ക് സൂചി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇത് 12 ഉണ്ട്, ഇത് 10 ഉണ്ട് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 22 മീറ്റർ എന്നുള്ള കറക്റ്റ് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 22 മീറ്റർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. യു ക്യാൻ ടേക്ക് ദ ആൻസർ ഈസ് ദിസ്. ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ 4ാമത് വരുന്ന വാക്ക് ഏത് എന്നാണ് ചോദ്യം. 4ാമത് വരുന്ന വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 4ാമത്തെ ഒരു പൊസിഷൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ എഫ് എ എന്നിവ ഇവിടെ കൊടുത്തതുകൊണ്ട് എഫ് എ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. 3 പൊസിഷനിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ 4ാമത്തെ പൊസിഷൻ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫോളോ ആണോ ഫൂൾ ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് FO ആണ്, ഇത് രണ്ടിലും ഇവിടെ FO വരുന്നുണ്ട്. പിന്നെ വരുന്നത് എല്ലും ഓയുമാണ്. അപ്പോൾ IJKLMNO, L കഴിഞ്ഞിട്ടാണ് O വരുന്നത്. അപ്പോൾ ഫോളോ ആണ് കറക്റ്റ് ആൻസർ. ഫോർ യു ക്യാൻ ടേക്ക് ദ ആൻസർ ഈസ് വാട്ട് ഫോളോ എന്നുള്ള കറക്റ്റ് ആൻസർ എടുക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 181 മുതൽ 190 വരെയുള്ള എല്ലാ സംഖ്യകളും എഴുതുമ്പോൾ ഒറ്റ അക്കങ്ങൾ എത്ര തവണ വരും എന്നുള്ളതാണ് ചോദ്യം. 181 മുതൽ 190 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ ഒറ്റ അക്കങ്ങൾ എത്ര എണ്ണം വരും? 181, അടുത്ത സംഖ്യ 182, അടുത്ത സംഖ്യ 183, അടുത്ത സംഖ്യ 184, 185, 186, 187, 188, 189, 190 വരെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 181 ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, ഇതിൽ ഒന്നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 1 എന്നുള്ള ക്രമത്തിലാണ് ഒരു പെയറിൽ വരിക അല്ലേ. ഇങ്ങനെ എത്ര പേർ വരും? അതായത് 2, 1, 3. 2, 1, 3 വരുമ്പോൾ 3 വരുന്ന എത്ര പേരുണ്ടോ ഒക്കെ ഇവിടെ അങ്ങനെയാണ് വരിക. 2, 1, 3. ഇവിടെ അങ്ങനെയാണ് വരിക. 2, 1, 3. ഇവിടെ എങ്ങനെ വരിക? 2, 1, 3. അപ്പോൾ 1, 2, 3, 4 പെയറായി കഴിഞ്ഞാൽ 4, 1, 2, 3, 4, 3, 12 എണ്ണം ഇവിടെ ഉണ്ടാകും. 12 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 എണ്ണം, 12, 14, ഇവിടെയും 2 എണ്ണം വരുന്നുണ്ട്. 16 നമ്പർ വരുന്നുണ്ട്. ദെർഫോർ യു ക്യാൻ ടേക്ക് ദ ആൻസർ 16 ഈസ് ദ ആൻസർ എന്നെടുക്കാം. അടുത്ത 44th ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളെ റാങ്ക് ചെയ്തപ്പോൾ നിവേദം മുകളിൽ നിന്ന് 8ാമതും താഴെ നിന്ന് 27ാമതുമാണ് എങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത്. നമ്മൾ സാധാരണ ചെയ്ത് 27, 8, 35 ചെയ്യും. 27, 8, 35 1 കഴിച്ച് കഴിഞ്ഞാൽ 34 ആ ക്യൂൽ ഉണ്ടാവുന്നത്. കാരണം നിവേദ 2 വട്ടം ഇടത്തുനിന്ന് വലത്തുനിന്ന് നമ്മൾ എണ്ണുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ചോദ്യം 45 മുതൽ 49 വരെ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷനിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചോദ്യം പറയുന്നത് ഈ വൃത്തം, ത്രികോണം ഡോക്ടർമാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ത്രികോണം എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്ടേഴ്സായിട്ട് മാറിക്കഴിഞ്ഞു. ത്രികോണം എന്ന് പറയുന്നത് ഡോക്ടർ ആണ് ത്രികോണം. പിന്നെ നമ്മൾ പറയേണ്ടത് സർക്കിൾ എന്ന് പറയുന്നത് കളിക്കാരാണ്. ഇത് കളിക്കാരാണ്. ഇത് ഇനി ചിത്രകാരന്മാരാണ്. നമ്മൾക്ക് ഈ റെക്റ്റാങ്കിള്
ഐഡൻറ്റിഫൈഡ് ചിത്രകാരന്മാരാണ്. ഇത് ചോദിക്കുന്നത് കളിക്കാരും ചിത്രകാരന്മാരുമായ ഡോക്ടർമാരെ സൂചിപ്പിക്കുന്ന സംഖ്യ ചിത്രത്തിലേതാണ്? കളിക്കാരും ചിത്രകാരന്മാരുമായ ഡോക്ടർമാർ, അതായത് കളിക്കാർ എന്താണ് പോസിറ്റീവാണ്, ചിത്രകാരന്മാരും എന്ത് വേണം ആൻഡ് ഡോക്ടർമാരും എന്ത് വേണം, എല്ലാം വേണം എന്നാണ് പറയുന്നത്. ഇത് മൂന്നിൻ്റെ ഇൻറ്റർസെക്ഷൻ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കണം. മൂന്നിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, അതായത് ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെയും അതേപോലെ പിന്നെ റെക്റ്റാങ്കിളിൻ്റെയും അതേപോലെ തന്നെ സർക്കിളിൻ്റെയും ഉള്ളിൽ കിടക്കുന്നത് 9 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ നമുക്ക് 9 ആണ്. ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. 9 ഈസ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ചിത്രകാരന്മാർ കളിക്കാർ മാത്രമാകുന്ന സംഖ്യ ചിത്രത്തിലേതാണ്? ചിത്രകാരന്മാർ കളിക്കാർ മാത്രമാകുന്നത്. അപ്പോൾ ചിത്രകാരന്മാരും വേണം, കളിക്കാരും വേണം. ഡോക്ടേഴ്സ് പാടില്ല എന്ന് പറയുന്നത്. ഡോക്ടർ മാത്രം ഒഴിവാക്കുക. ഡോക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ട്രയാങ്കിൾ മാത്രം ഒഴിവാക്കുക. ട്രയാങ്കിൾ മാത്രം ഒഴിവാക്കുമ്പോൾ നമുക്ക് ബാക്കി രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ എന്താണ് 10 എന്നുള്ള നമ്പർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ 10 ആണ് നമ്മളുടെ ആൻസർ. ട്രയാങ്കിൾ മാത്രം ഒഴിവാക്കുന്നു, ബാക്കി രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്നു. അപ്പോൾ നമുക്ക് 10 എന്നുള്ള ആൻസർ നമുക്കവിടെ മാർക്ക് ചെയ്യാം. 10 ഓപ്ഷൻ അവിടെ വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 47th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ അടുത്ത 47th ക്വസ്റ്റ്യനാണ് പറയുന്നത്. വിച്ച് നമ്പർ റെപ്രസെൻറ്റ് ആർട്ടിസ്റ്റ് ഹൂ ആർ നൈദർ പ്ലെയേഴ്സ് നോട്ട് ഡോക്ടേഴ്സ്? അതായത് ആർട്ടിസ്റ്റ് മാത്രമേ ആവാൻ പാടുള്ളൂ, ആൻഡ് നൈദർ പ്ലെയേഴ്സ് ഇത് നെഗറ്റീവാണ്, ആൻഡ് നോട്ട് ഡോക്ടേഴ്സ്. ആർട്ടിസ്റ്റ് മാത്രം എന്ന് പറയുമ്പോൾ ചിത്രകാരന്മാർ മാത്രമാണ്. ചിത്രകാരന്മാർ മാത്രം എന്ന് പറയുമ്പോൾ ചിത്രകാരന്മാർ മാത്രം നോക്കണ്ട. ചിത്രകാരന്മാർ മാത്രം നിൽക്കുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ്. റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ 5 എന്നുള്ള നമ്പർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ദർഫോർ നമുക്ക് അവിടെ 5 എന്നുള്ള ആൻസറിന് ടിക്ക് ചെയ്യാം. ആൻഡ് വിച്ച് നമ്പർ റെപ്രസെൻറ്റ് ഡോക്ടേഴ്സ്? വിച്ച് നമ്പർ റെപ്രസെൻറ്റ് ഡോക്ടേഴ്സ് ഹൂ ആർ നൈദർ പ്ലെയേഴ്സ് നോർ റെപ്രസെൻറ്റ് ഡോക്ടേഴ്സ്? ഡോക്ടേഴ്സ് പോസിറ്റീവാണ്, ആൻഡ് ഹു ആർ നൈദർ പ്ലെയേഴ്സ് നോർ ആർട്ടിസ്റ്റ്. അപ്പോൾ നൈദർ നോർ എന്ന് പറഞ്ഞതോടുകൂടി ഡോക്ടേഴ്സിൻ്റെ സർക്കിളിൽ, ഡോക്ടേഴ്സിൻ്റെ ട്രയാങ്കിളിൽ മാത്രം നോക്കിയാൽ മതി. ഡോക്ടേഴ്സിൻ്റെ ട്രയാങ്കിളിൽ നോക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 7 എന്നുള്ള നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് യു ക്യാൻ ഐഡൻറ്റിഫൈ 7. അപ്പോൾ 48ാമത്തേൻ്റെ ആൻസർ 7 എന്നുള്ളതാണ്. 49 ചോദിക്കുന്നത് വിച്ച് നമ്പേഴ്സ് റെപ്രസെൻറ്റ് പ്ലെയേഴ്സ് ഹു ആർ നൈദർ ആർട്ടിസ്റ്റ് നോട്ട് ഡോക്ടേഴ്സ്? നൈദർ ആർട്ടിസ്റ്റ് ആൻഡ് നോട്ട് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലെയേഴ്സാണ്. പ്ലെയേഴ്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടത്. പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ കളിക്കാരാണ്. കളിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ സർക്കിൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൽ നമുക്ക് നമ്പേഴ്സ് 2 കാണാനുണ്ട്, 11 ആൻഡ് 12. അപ്പോൾ 11 12 നമുക്ക് ഇവിടെ ആൻസറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 8 27 64 ആൻഡ് നെക്സ്റ്റ് നമ്പർ ഈസ് വാട്ട് എന്നുള്ളതാണ്. 8 27 64 നെക്സ്റ്റ് നമ്പർ ഈസ് വാട്ട് എന്നുള്ള. 8 2 ക്യൂബാണ്, ഇത് 3 ക്യൂബാണ്, ഇത് 4 ക്യൂബാണ്. ഇത് പെട്ടെന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ യു ഗെറ്റ് 125 ഈസ് ദ ആൻസർ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 6 7 4 84 തന്നിരിക്കുന്നത്. അതായത് 6 × 7 6 × 7 6 × 7 ബൈ 6 × 7 42 കിട്ടും. 42 ബൈ 2 21 കിട്ടും. 21 × 4 84 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 8 × 6 48 ബൈ 2, അപ്പോൾ 24 കിട്ടും. 24 ഇൻറ്റു യു വാണ്ട് ടു മൾട്ടിപ്ലൈ ബൈ 3. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 24 ഇൻറ്റു 3 യു ഗെറ്റ് 72 ഇസ് ദ ആൻസർ. 72 എന്നുള്ള ആൻസർ കിട്ടും. 52ാമത്തെ ക്വസ്റ്റ്യൻ. 17 22 13 12 24 12 21 27 ക്വസ്റ്റ്യൻ മാർക്ക്. 12 17 + 22 39 കിട്ടും. 39 ബൈ 3 ആണ് 13 ബൈ 3 13 കിട്ടും. 12 + 24 36 കിട്ടും. 36 ബൈ 3 ആണ് 12. ഇതിൻ്റെ ബൈ 3 12 കിട്ടും. 21 + 27 അല്ലെങ്കിൽ ഇതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കൂട്ടിയാലും മതി. ഇതിന് 3 കൊണ്ട് 7, ഇത് 9. അപ്പോൾ 7 ഉം 9 ഉം 16 അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ 21 + 27
ബൈ എന്ത് ചെയ്യാം, 3 ചെയ്യാം. യു ഗെറ്റ് 16. 53ാമത്തെ ചോദ്യം 14, 12, 84, 18, 9, 81, 11, 16 ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 14ൻ്റെ ബൈ 2 ദാറ്റ് ഈസ് 7 ആൻഡ് 7 ഇൻറ്റു 12 ആണ് 84. അതായത് 14 ബൈ 2 അതായത് 7 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 84. അതുപോലെ 18 ബൈ 2 9 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 81. ദെർഫോർ നമുക്ക് ഇവിടെ 11 ബൈ 2 കൊടുക്കാം. ദെൻ 11 ബൈ 2 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ ഈ 2 16 ക്യാൻസൽ 8 കിട്ടും. ഇപ്പോൾ 8 ഇൻറ്റു 11 16 2 ക്യാൻസൽ ചെയ്താൽ മതി. 8 ഇൻറ്റു 11 88 കിട്ടും. ഗെറ്റ് 88 ഈസ് ആൻസർ. 54ാം ചോദ്യം 39, 52 ക്വസ്റ്റ്യൻ മാർക്ക് 78, 91, 104. അപ്പോൾ 39 പ്ലസ് 39 ഈസ് 78. ഇത് കൂടെ 39 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 78 കിട്ടും. ഇത് കൂടെയും 39 കൂട്ടിക്കഴിഞ്ഞാൽ 91 കിട്ടും. അപ്പോൾ ഇതിലെ നമ്പർ കൂടെ 39 കൂട്ടിക്കഴിയുമ്പോൾ എന്ത് കിട്ടണം, 104 കിട്ടണം. അപ്പോൾ 9 4 5 നമ്പർ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 65. അല്ലെങ്കിൽ 104 34 മൈനസ് ചെയ്താൽ മതി. 65 എന്നുള്ള ആൻസർ കിട്ടും. 55ാമത്തെ ക്വസ്റ്റ്യൻ 55, 21, 35, 49, 63 ക്വസ്റ്റ്യൻ മാർക്ക് 91. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. 21ഉം 42 ആഡ് ചെയ്യുമ്പോൾ 63 കിട്ടും. 35ഉം 42 ആഡ് ചെയ്യുമ്പോൾ 77 കിട്ടും. യു ഗെറ്റ് 77. ഇവിടെയും 42 ആണ്. അപ്പോൾ 91 കിട്ടുന്നത്. അപ്പോൾ 77 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് കിട്ടും. 56ാം ചോദ്യം 9 ആണ്. ഒക്കെ 9ൻ്റെ മൾട്ടിപ്പിളാണ്. 9, 18, 36, 54, 90 എന്നുള്ളതൊക്കെ. 9 ഇൻറ്റു 2 ആണ് 80. 9 ഇൻറ്റു 4 ആണ് 36. 9 ഇൻറ്റു 6 ആണ് 54. അപ്പോൾ 9 ഇൻറ്റു 8 ആണ് കിട്ടേണ്ടത് ഇവിടെ. ഇത് 72 എന്നുള്ള ആൻസർ കിട്ടും. 9 ഇൻറ്റു 10 ഉണ്ട് ഇവിടെ, 90 ഉണ്ട്. 57th ക്വസ്റ്റ്യൻ പറയുമ്പോൾ 6, 9, 12, 46, 31 ഒക്കെ കാണാണ്ട്. ദെൻ ഇവിടെ 6 ഇൻറ്റു 6 ഓപ്പോസിറ്റ് റിലേഷനാണ് വരുന്നത്. 6 ഇൻറ്റു 6 36. 36 മൈനസ് 1, 36 മൈനസ് 5, 31 ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 9 ഇൻറ്റു 6 മൈനസ് 8 ആണത്. 9 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 54. 9 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 54 കിട്ടും. 9 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 54 മൈനസ് 8 46 കിട്ടും. ദെൻ 12 ഇൻറ്റു 6 72. 12 ഇൻറ്റു 6 72. 72 മൈനസ് നമുക്ക് 11. 5, 3, 8, 3, 11 പിന്നെ വരുന്നത്. 5 മൈനസ് ചെയ്യുന്നു, 8 മൈനസ് ചെയ്യുന്നു, ഇവിടെ 11 മൈനസ് ചെയ്യുന്നു. 72 മൈനസ് 11 ഈസ് ഈക്വൽ ടു 61 എന്നുള്ള ആൻസർ കിട്ടും. 58 കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ളതാണ്. ഇവിടെ 7ൻ്റെ മൾട്ടിപ്പിളാണ്. 11 ഇൻറ്റു 7 77. 9 ഇൻറ്റു 7 63. 13 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 91 വരും. യു ഗെറ്റ് ആൻസർ 91 എന്നുള്ള ആൻസർ കിട്ടും. 59th ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമ്പർ നമുക്ക് കണ്ടറിയാം. 6 + 8 14 ആണ്. 14 ബൈ 2 7 കിട്ടും. 15 + 19 34 ആണ്. 34 ബൈ 2 17 കിട്ടും. അപ്പോൾ ഇവിടെ എഴുതുന്ന നമ്പറും ഇതും സം ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടണം. 10 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വരേണ്ടത് 20 വരണം. അപ്പോൾ ഇത് ഇവിടെ 11 വരണം. അപ്പോൾ 9 + 11 ബൈ 2 20. ഇറ്റ് ഈസ് 20 ബൈ 2 = 10. 11 കിട്ടും. ആൻഡ് ദാറ്റ് ആൻസർ. ആൻഡ് 60th ക്വസ്റ്റ്യൻ ഇഫ് പ്ലസ് എന്നാൽ ഡിവിഷനാണ്, മൈനസ് പ്ലസ് ഡിവിഷൻ എന്നാൽ മൈനസ് ആണ്,
മൈനസ് എന്നാൽ ഇൻറ്റു ആണ്, ഇൻറ്റു എന്നാൽ പ്ലസ് ആണ്. എങ്കിൽ 12 + 6 പ്ലസ് എന്നാൽ ഡിവിഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റി? ഡിവിഷനാക്കി മാറ്റി. ഇത് ഡിവിഷനായി. ഡിവിഷൻ എന്നാൽ മൈനസ് ആണ്, അപ്പോൾ ഇത് മൈനസായി. മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനായി. ഇൻറ്റു എന്നാൽ അഡീഷനാണ്, അപ്പോൾ ഇത് അഡീഷനായി. അപ്പോൾ ഇതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. 12/6. 12/6 = എന്ത് വരും? 2 വരും. 2 ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് 3 × 2 ചെയ്യണം, പിന്നെ 6 വരും. പ്ലസ് എന്ത് വരും? 8 വരും. 8 + 2 10 വരും. 10 - 6 എന്ത് വരും? 4 എന്നുള്ള ആൻസറിൽ നമുക്ക് കിട്ടും. അടുത്ത 61th ക്വസ്റ്റ്യൻ. ഇഫ് എ മീൻസ് ആഡ് ടു, എം മീൻസ് മൾട്ടിപ്ലൈഡ് ബൈ, എസ് മീൻസ് സബ്ട്രാക്ട് ഫ്രം, ആൻഡ് ഡി മീൻസ് ഡിവൈഡ് ബൈ, then what is the question ആണ്. if a means add to, m means multiply by, a means add to എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് എ അഡീഷനാണ്, എം മൾട്ടിപ്ലിക്കേഷനാണ്, എസ് സബ്ട്രാക്ഷനാണ്, ഡി ഡിവിഷനാണ്. അപ്പോൾ വേഗം എഴുതിയാൽ മതി. ഡി എന്നുള്ളത് എന്തായി മാറി? ഡിവിഷനായി മാറി. എ എന്നുള്ളത് എന്തായി മാറി? അഡീഷനായി മാറി. എം എന്നുള്ളത് എന്തായി മാറി? മൾട്ടിപ്ലിക്കേഷനായി മാറി. എസ് എന്തായി മാറി? സബ്ട്രാക്ഷനായി മാറി. 30/2 ആയും ചെയ്യണം. എന്ത് കിട്ടും? 15 കിട്ടും. 13/2 15 പ്ലസ് 3 × 6 that is equal to 18 മൈനസ് എന്തുണ്ട്? 5 ഉണ്ട്. ദറ്റ് ഈസ് 15 - 5 10 കിട്ടും. 10 + 18 28 എന്നുള്ള ആൻസർ കിട്ടും. That is 28 is the correct answer. And 62. A student got thrice as many sums wrong as he got right. If he attended 48 sums in all, how many did he solve correctly? ഒരു കുട്ടി തുക കാണാനുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുള്ളൂ. തുക കാണാനുള്ള കുറേ ചോദ്യങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത്. അതിൻ്റെ ശരിയായി ചെയ്തതിൻ്റെ 3 മടങ്ങാണ് തെറ്റായി ചെയ്തത്. അപ്പോൾ ശരി എക്സ്, തെറ്റ് 3x, രണ്ടും കൂടി കൂട്ടിയപ്പോൾ യു ഗെറ്റ് 48. അപ്പോൾ 4x = എന്ത് കിട്ടി? 48 കിട്ടി. x = എന്ത് കിട്ടും? 48/4 കിട്ടും. 48/4 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. കറക്റ്റ് ആൻസർ ഈസ് 12. കറക്റ്റ് ആൻസർ 12 ആണ്. 63. കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് ഐഡിയ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ് 63. 63 ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ട പ്രോബ്ലമാണ്. പറയുന്നത് ഒരു ക്ലാസ്സിൽ 5ൽ 3 ഭാഗം പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. ഒരു പ്രത്യേക ദിവസം 9ൽ 2 ഭാഗം പെൺകുട്ടികളും 4ൽ 1 ഭാഗം ആൺകുട്ടികളും ക്ലാസ്സിൽ ഹാജരായില്ല. എങ്കിൽ ആകെ ഉള്ളതിൽ എത്ര ഭാഗം കുട്ടികളാണ് അന്ന് ഹാജരായതെന്ന് ചോദിക്കുന്നത്. അതായത് 5ൽ 3 ഭാഗം പെൺകുട്ടികളാണ്. നമുക്ക് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുന്നത് 5ൽ 3 ഭാഗമാണ് പെൺകുട്ടികളുണ്ട്. 5ൽ 3 ഭാഗം പെൺകുട്ടികളുണ്ട്. അപ്പോൾ 5ൽ 3 എക്സ് എന്ന് ഉപയോഗിക്കാം നമുക്ക്. 5ൽ 3 എക്സ് പെൺകുട്ടികളാണ്. ബാക്കി ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5ൽ 2 ഭാഗം എന്ന് പറയുന്നത്. 5ൽ 2 ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആൺകുട്ടികളാണ്. ഒരു പ്രത്യേക ദിവസം 9ൽ 2 ഭാഗം ഹാജരായില്ല. പക്ഷേ അന്ന് എത്ര കുട്ടികളാണ് ഹാജരായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഹാജരായവരുടെ എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഹാജരാവാത്തവർ പോയിട്ട് അവസാനം മൈനസ് ചെയ്താലും മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആൻസർക്ക് എത്താൻ എത്ര കുട്ടികളാണെന്ന് ഹാജരായതെന്ന് ചോദിക്കുന്നത്. 9ൽ 2 ഭാഗം ഹാജരായില്ല എന്ന് പറയുമ്പോൾ 9ൽ 7 ഭാഗം ഹാജരായി എന്ന് പറയാം. ഇതിൻ്റെ 9ൽ 7 ഭാഗം ഉണ്ടായി. അപ്പോൾ ഇൻറ്റു 9 7. ഇതിൻ്റെ 4ൽ 1 ഭാഗം ക്ലാസ്സിൽ ഹാജരായില്ല. അപ്പോൾ ഇൻറ്റു ഇതിൻ്റെ 4ൽ 3 ഭാഗം എന്തായി? ഹാജരായി എന്ന് കൊടുക്കാം. എത്ര ഭാഗം കുട്ടികളാണ് ഹാജരായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്യാം? നമുക്ക് സമ്മ് ചെയ്യാം. സമ്മ് ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണ്? ഇവിടെ എക്സ് കോമൺ, 2ൽ എക്സ് കോമൺ. അപ്പോൾ എക്സ് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു 5ഉം കോമൺ ആണ്. എക്സ് കോമൺ ആണ്, 5ഉം കോമൺ ആണ്. 5 ഔട്ട് സൈഡ് എടുക്കാം.
അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 7/9 കിട്ടും. 7/9 പിന്നെ ഇൻറ്റു 3 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇൻറ്റു 3 ഇവിടെ എഴുതാം. ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ പ്ലസ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 3യും ഔട്ട് സൈഡ് എടുക്കാവുന്ന ഒരോപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ 3യും കൂടി ഔട്ട് സൈഡ് എടുക്കാം. രണ്ടിലും 3 ഉണ്ടല്ലോ, 3യും കൂടി ഔട്ട് സൈഡ് എടുക്കുക. ഈ 3 ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് 3യും കൂടി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 7/9 കിട്ടും. പിന്നെ 2/4 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ 3x/5 പുറത്തെടുത്തിട്ടുണ്ട്. 3x/5 2/4 കിട്ടും. അപ്പോൾ 3x/5 ഇൻറ്റു ഇത് കിട്ടുമ്പോൾ 4 7 28 കിട്ടും. 4 7 28. അതിന് പിന്നെ വേണമെങ്കിൽ ഇത് 1/2 എഴുതാം. അപ്പോൾ 7/9 + 1/2 വരും. 7/9 + 2/4 1/2. അപ്പോൾ 3/5 x ഉണ്ട് ഇവിടെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആണ്. 2 × 7 = 14. 14 വരും. 14 + 9. ഈ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 + 9 23 വരും. 14 + 9 23/9 × 18 വരും. ദാറ്റ് ഈസ് ഈ 3യും 18 ക്യാൻസൽ ചെയ്യുക. 3യും 18 ക്യാൻസൽ ചെയ്ത് ഇവിടെ 6 വരും. 23/30 എന്നുള്ള ആൻസർ വരും. കറക്റ്റ് ആൻസർ ഈസ് 23/30 എന്ന് കിട്ടും. അവിടെ ചെയ്ത് വരുമ്പോൾ യു ഗെറ്റ് 23/30 കിട്ടും. അടുത്ത ചോദ്യം, രണ്ടക്കമുള്ളൊരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 12 ആണ്. സംഖ്യയോട് 18 കൂട്ടുമ്പോൾ അക്കങ്ങൾ പരസ്പരം മാറിയ സംഖ്യ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഏത്? അക്കങ്ങളുടെ തുക 12 പിടിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ 12 ആണ്. 6 12 8 4 12 9 3 12. സംഖ്യയോട് 18 കൂട്ടുമ്പോൾ തിരിച്ച് കിട്ടുന്ന സംഖ്യ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ കൂട്ടിയൊക്കെയാണ് നല്ലത്. 18 കൂട്ടുന്നു. 18 കൂട്ടുമ്പോൾ 57 18 കൂടെ 50 10 60 8 15 75 കിട്ടും. അതായത് 57 തിരിച്ചിട്ട് 75 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടുകൊണ്ട് വളരെ ഈസി ആയിട്ട്. നാലാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ആ ടൈം വളരെ കൂടുമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അടുത്തൊരു ചോദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇടുക്കി ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ 20% മുതിർന്നവർ നിരക്ഷരരാണ്. ഇത് നിരക്ഷരതയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിരക്ഷരത അവിടെ വെക്കട്ടെ. എന്നാൽ ഇവിടെ 85 കുട്ടികളും സാക്ഷരരാണ്. ഇവിടെ നിരക്ഷരയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 85 കുട്ടികളും സാക്ഷരരാണ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ 15% കുട്ടികളും അവിടെ നിരക്ഷരരാണ് എന്നെടുക്കണം. 20% മുതിർന്നവരും എന്താണ് എടുക്കണം? നിരക്ഷരരാണ് എടുക്കണം. നിരക്ഷരതയാണ് നമ്മൾ അളക്കാൻ പോകുന്നത്. നമ്മൾ മൊത്തത്തിൽ അളക്കാൻ പോകുന്നത് നമ്മൾ നിരക്ഷരതയാണ്. അപ്പോൾ ഈ നിരക്ഷരത അളക്കുക എങ്ങനെ? നമ്മൾ പേഴ്സൻറ്റേജ് അളക്കുക. ആകെ എത്ര ആളുണ്ട് നോക്കണം. അതായത് നമ്മൾ കണ്ടതിൽ ഈസ്റ്റു റേഷ്യോ എന്നുണ്ട്. 2:3 ആണ് അംശബന്ധം. അതായത് മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2x മുതിർന്നവർ, 3x ആണ് കുട്ടികൾ. അപ്പം 2xൻ്റെ 2x എന്ന് പറഞ്ഞാൽ മുതിർന്നവരിൽ 20%, അതിൻ്റെ 20%, അതിൻ്റെ 20% പ്ലസ് ബാക്കി കുട്ടികൾ എന്ന് പറയുമ്പോൾ 3xൻ്റെ നമ്മൾ പറഞ്ഞ് 15%, അതിൻ്റെ 15% ആണ് നമ്പർ വരിക. ഇത് ടോട്ടൽ നമ്പർ എണ്ണമാണ്. ടോട്ടൽ നമ്പറിലാണ് നമ്മൾ പേഴ്സൻറ്റേജ് ചെയ്യുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 2x + 3x ആണ്. ആകെ ആളുകൾ രണ്ടും കൂട്ടുമ്പോൾ എത്രയാണ്? 2x 3x ആണ്. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ആകെ ടോട്ടൽ 2x + 3x. ഇത് മുതിർന്നവരുടെ എണ്ണം നിരക്ഷരായിട്ടുള്ളത്, ഇത് കുട്ടികളുടെ എണ്ണം നിരക്ഷരായിട്ടുള്ളത്. ഇനി ഇത് പേഴ്സൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു ഒരു 100 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 20/100 എന്ന് വരിക. 20/100 ഇവിടെ 15/100 എന്ന് വരിക. അതുകൊണ്ട് 20/100 15/100 എടുത്തിട്ട് നമുക്ക് ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x × 20
പ്ലസ് 3x ഇൻറ്റു 15 കിട്ടും. 2x ഇൻറ്റു 20 പ്ലസ് 3x ഇൻറ്റു 15 കിട്ടും. 100 നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് ഈ 2xും 3xും 5 വരുമല്ലോ. അപ്പോൾ ഈ 2xും 3xും 5ലെ 5 ആയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം. 5 ആയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. ഇവിടെ എന്ത് വരും? 3 വരും. ഈ 5 ആയിട്ട് 5x എന്ന് പറയുമ്പോൾ 5 ക്യാൻസൽ ചെയ്യാമല്ലോ. പിന്നെ ഇവിടെയും എക്സ് ഉണ്ട്. ഈ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതായത് ഈ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നർത്ഥം. എക്സ് ഒഴിവാക്കാം. ബാക്കി നമുക്ക് 24 8 3 9 8ഉം 9ഉം 17 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. 17% കിട്ടുക. അടുത്ത ചോദ്യം ഏജുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു പ്രോബ്ലമാണ്. ശിവദാസൻ്റെ വയസ്സ് അയാളുടെ മകൻ ജ്യോതിഷിൻ്റെ വയസ്സ്. അപ്പോൾ ജ്യോതിഷിന് നമ്മൾ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. ശിവദാസിന് നമ്മൾ എന്ത് കൊടുത്തു? വയസ്സിൻ്റെ 3 മടങ്ങാണെന്ന് പറയുന്നത്. അപ്പോൾ 3x കൊടുത്തു. ശിവദാസിൻ്റെ വയസ്സ് അയാളുടെ മകൻ ജ്യോതിഷിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോൾ എക്സ് എന്തായി മാറി? എക്സ് മൈനസ് 5 മാറി. ജ്യോതിഷിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു പറയുന്നത്. ജ്യോതിഷിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. ആരുടെ വയസ്സ്? ശിവദാസൻ്റെ വയസ്സ് എന്ന് പറയുന്നത്. ശിവദാസന് എത്ര വയസ്സ് നമ്മൾ പറഞ്ഞത്? ആ വർഷം 3x മൈനസ് 5 ആണ്. അപ്പോൾ 3x മൈനസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 3x മൈനസ് 5 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് 4x മൈനസ് 4 5 20 കിട്ടും. എക്സ് ഒക്കെ ഒരുത്തേക്ക് വേണ്ട. അപ്പോൾ 20 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 20 20 മൈനസ് 5 എന്നുള്ള 20 മൈനസ് 5 വരും. 20 മൈനസ് 5 വരുമ്പോൾ എന്താ 15 വരും. മൈനസ് 4xൻ്റെ ഇടയ്ക്ക് ഇവിടെ 3x വരുമ്പോൾ 4x മൈനസ് 3x വരും. 4x മൈനസ് 3x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് കിട്ടും. യു ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 15. ചോദിച്ചിരിക്കുന്നത് ജ്യോതിഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ജ്യോതിഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 15 തന്നെയാണ്. യു ഗെറ്റ് 15 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ കുറേ ബെഞ്ചുകളുണ്ട്. 4 കുട്ടികൾ വീതം ഓരോ ബെഞ്ചിനും ഇരുന്നാൽ 3 ബെഞ്ചുകൾ ബാക്കി വരും. 4 കുട്ടികൾ വീതം ഒരു ക്ലാസ്സിൽ കുറേ ബെഞ്ചുകളുണ്ട്. 4 കുട്ടികൾ വീതം ഓരോ ബെഞ്ചിനും ഇരുന്നാൽ 3 ബെഞ്ചുകൾ ബാക്കിയാവും. കുട്ടികളെ 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം എന്ന് പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് കുട്ടികളെ 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം. 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം എന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കി. ഓരോ ബെഞ്ചിലും ഇരുന്നാൽ 3 ബെഞ്ചുകൾ ബാക്കി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞ തന്നെ 3 ബെഞ്ചുകൾ ബാക്കി വന്നോ ഇല്ലെന്നുള്ള നമുക്ക് അടുത്ത ഒരു ഐഡിയയ്ക്ക് ഉപയോഗിക്കാനാണ്. 4 കുട്ടികൾ വീതം ഇരുന്നാൽ കൃത്യമായി ഗ്രൂപ്പ് ആകുന്നു. അതുകൊണ്ട് 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി 3 കുട്ടികൾ വീതമാണ് ഇരുന്നതെങ്കിൽ 3 കുട്ടികൾ നിൽക്കേണ്ടി വരുന്നു. അതായത് 3 കുട്ടികൾ വീതമാണ് ഇരിക്കേണ്ടി വരുന്നതെങ്കിൽ 3 കുട്ടികൾ നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ 3ൻ്റെ സെറ്റായി വരുമ്പോഴും 3ൻ്റെ കുട്ടികളാവുമ്പോഴും ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. 3ൻ്റെയും മൾട്ടിപ്പിളാണ്. 3 കുട്ടികൾ വീതം നിൽക്കുമ്പോൾ 1 കുട്ടിയാണ് നിൽക്കുന്നതിൽ വരുന്നതെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 2 കുട്ടിയാണെങ്കിലും 3ൻ്റെ മൾട്ടിപ്പിൾ. പക്ഷേ 3 കുട്ടികൾ ബാക്കിയായതുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 4ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ ഏത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. 4ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 4ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ 12ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 12ൻ്റെ മൾട്ടിപ്പിൾ ആകുന്ന സംഖ്യ എന്ന് പറയുന്നത് ഈ 2 സംഖ്യയും 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ വരുന്ന 2 12ൻ്റെ മൾട്ടിപ്പിൾ 36ഉം 48ഉം 12ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 36ലും 48ഉം നമ്മൾ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 48 ആണെന്ന് കൃത്യമായിട്ട് കിട്ടും. നമ്മൾ അതിനെ ഒന്ന് ഈ 2 ഐഡിയ 4 ബെഞ്ചുകൾ ബാക്കി വരുന്നു 3 ബെഞ്ചുകൾ ബാക്കി വരുന്നുണ്ടോ എന്നുള്ള ഒരു ഐഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡിയ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ചോദ്യം: ശബരിയും ശിവജിയും കബഡിയും വോളിബോളും കളിക്കുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ ചോദ്യം കിട്ടുമ്പോൾ അതിൻ്റെ അവസാനമാണ് ആദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കേണ്ടത്. കബഡിയും വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും. കബഡി, വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇത് 4ഉം കളിക്കുന്ന ആളാണ് ചോദിക്കുന്നത്. ശബരിയും ശിവജിയും കബഡിയും വോളിബോളും കളിക്കുന്നു. ശിവജിയും ബിജോയിയും വോളിബോളും ഫുട്ബോളും കളിക്കുന്നു. ശിവജിയും
വോളിബോളും ഫുട്ബോളും കളിക്കുന്നു. ശിവജിയും ബിജോയിയും വോളിബോളും ഫുട്ബോളും കളിക്കുന്നു. ബിജോയിയും ബൈജുവും കബഡിയും ക്രിക്കറ്റും കളിക്കുന്നു. അപ്പോൾ ഇവിടെ ശിവജിയും ബിജോയിയും വരുന്നുണ്ട്. ബിജോയി ഇവിടെ എന്ത് കളിച്ചു? വോളിബോളും ഫുട്ബോളും. 2 കളിയായി മാറി, വോളിബോളും ഫുട്ബോളും. ഇവിടെ ബിജോയി ബൈജുവും കബഡിയും ക്രിക്കറ്റും കളി. ഇവിടെ 4 വ്യത്യസ്ത കളി വരുന്നുണ്ട്. വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനത്തെ അല്ലേ തോന്നുന്നു, പക്ഷെ ഇവിടെ ഒരു കളി ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ കബഡിയും വോളിബോളും കളിക്കുന്ന വോളിബോൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. 2 നോക്കുമ്പോഴേ. പക്ഷെ ഇത് 2 നോക്കുമ്പോൾ വോളിബോളും ഫുട്ബോളും കൃത്യമായിട്ട് കബഡിയും ക്രിക്കറ്റും വെവ്വേറെ കളികളാണ് വരുന്നത്. അതുകൊണ്ട് ആണ് പ്രത്യേകിച്ചും ബിജോയി നമുക്ക് ഇവിടെ തന്നെ ഈ രണ്ടിലുമുള്ള ബിജോയി നമ്മുടെ ആൻസറായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ബിജോയിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്രമത്തിൽ കാണിക്കാനുള്ള ഒരു പാറ്റേൺ ആണ്. ഓരോ ചോദ്യത്തിലുമുള്ള വാക്കുകൾ അർത്ഥപൂർണമായ ക്രമത്തിൽ എഴുതുക. ഉത്തരത്തെ സൂചിപ്പിക്കുന്ന ശരിയായ ക്രമം സൂചികയും തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ പഠനം ആണ് ഫസ്റ്റ് എന്ന് നമുക്ക് സംശയമില്ല. സെക്കൻഡ് നമ്മൾ പരീക്ഷയാണ്, അപ്പോൾ AC എന്ന് എഴുതാം. പിന്നെ നമ്മൾ അപേക്ഷിച്ചിട്ടാണ് ജോലി കിട്ടുന്നത്, അപ്പോൾ ACE എന്ന് എഴുതാം. പിന്നെ ജോലി കിട്ടുന്നു, അപ്പോൾ ACEB എന്ന് എഴുതാം. പിന്നെ സമ്പാദ്യം AD എന്ന് എഴുതാം. ACEBD എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. ACEBD എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നത് ലാസ്റ്റാണ്. ഫോർ യു ഗെറ്റ് ദ ആൻസർ. ഇതാണ് ആൻസർ. 70ാം ചോദ്യം കറക്റ്റ് ഓർഡർ തേന്, പൂവ്, തേനീച്ച, മെഴുകുന്നുണ്ട്. ഇവിടെ പൂവാണ് ഫസ്റ്റ് ഓപ്ഷൻ B. പിന്നെ അവിടേക്ക് തേനീച്ച എത്തുന്നു, അതായത് BC. അവിടുന്ന് തേനെടുക്കുന്നു, ദാറ്റ് ഈസ് A. പിന്നെ അത് മെഴുകി കൊണ്ട് ഫിക്സ് ചെയ്യുന്നു, ദാറ്റ് ഈസ് BCAD എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ BCAD എന്നുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മുടെ ഫിഗേഴ്സിനെ എങ്ങനെ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫിഗർ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, ചിത്രങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള സംഭവമാണ് നോക്കേണ്ടത്. ഇത് ഇങ്ങനെയാണ്. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് മൂവ്മെൻ്റാണ്. കൃത്യമായിട്ട് ക്ലോക്ക് വൈസ് മൂവ്മെൻ്റാണ്. മൂവ്മെൻറ്റ് ഇങ്ങനെ വരും. അപ്പോൾ 0 ഇവിടെ വരണം, ഈ സാധനം ഇവിടെ വരണം. അപ്പോൾ അത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 കറക്റ്റായിട്ട് നമുക്ക് അതേപോലെ കിട്ടും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. 72ാം ചോദ്യം നമ്മൾ റൊട്ടേഷനാണ്. ഇത് സർക്കിൾ മൊത്തം റൊട്ടേറ്റ് ചെയ്യാണ്. പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഇത് ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ്, സർക്കിൾ മൊത്തം ഇങ്ങോട്ട് തിരിയുകയാണ്. ഇനി ഈ സർക്കിൾ മൊത്തം ഇങ്ങോട്ട് തിരിയുകയാണ്. ലൈൻസ് മാത്രമല്ല, സർക്കിൾ മൊത്തം ഇങ്ങോട്ട് തിരിയുന്നു. അപ്പോൾ ഇങ്ങനെ വരും. ഇനി ഈ സർക്കിൾ മൊത്തം ഇങ്ങോട്ട് തിരിയുന്നു എന്ന് പറയുമ്പോൾ അടുത്ത റൊട്ടേഷൻ വരണം. അതായത് ഈ സ്ഥലത്തേക്ക് നമ്മളുടെ ഈ ലൈൻസ് വരണം. ലൈൻസ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ 72ൻ്റെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇറ്റ് ഈസ് 4. നമ്മൾ ആ ലൈൻസ് അങ്ങനെ നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. 4 ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്. പ്രശ്നചിത്രങ്ങൾ, അതായത് വളരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇത് 1, 2, 3, 4. അപ്പോൾ 4 ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഡയഗ്രം വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലോ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ചാൻസ് ഇതിനാണ്. ഒന്ന് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ 4 ചാൻസ്. ഹൊറിസോണ്ടൽ 4 എന്നുള്ളത് ഇതാണ്. ഹൊറിസോണ്ടൽ 4 ഉള്ളത്. ഫോർ ദർ ഇസ് ആൻസർ. അടുത്തത് റിലേഷൻ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് പിക്ചറാണ് നോക്കുന്നത്. ദിസ് പിക്ചർ ഈസ് ട്രാൻസ്ഫേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് പിക്ചർ ഈസ് ഹൗ മച്ച് ട്രാൻസ്ഫേർഡ്, വാട്ട് ഈസ് എ ന്യൂ ഫോം ഓഫ് ദിസ് പിക്ചർ എന്നുള്ള. അപ്പോൾ ഈ എല്ലാ ഇത്തരങ്ങളും വളരെ സിമ്പിളായിരുന്നു. ഈ 4 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരുന്നു. നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇതിൻ്റെ ഹാഫിൽ എടുത്തിട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് യു വാണ്ട് ടു ഡ്രോ ദീസ് ലൈൻസ്. അപ്പോൾ നമുക്ക് ഈ ആൻസറാണ് 3 ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടും. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്.
75 നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാവും എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡബിൾ ആയിരുന്നു, അപ്പോൾ ഇതും ഡബിൾ ആവണം. അത് ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ അത് ഡബിൾ ആവുന്ന ഒരു പിക്ചർ എന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ട് ഡബിൾ ആവുന്ന പിക്ചറുള്ളത്. 76ാമത്തെ പ്രശ്നം പറയുന്നത് ദിസ് പിക്ചർ ഈസ് ട്രാൻസ്ഫർ ഇൻവെർട്ടർ ആയിട്ട് രണ്ടും യോജിപ്പിച്ചു. ഇത് തിരിച്ചു വെച്ചിട്ട് ഇതും തിരിച്ചു വെച്ച് യോജിപ്പിച്ചു. അപ്പോൾ ഇതും തിരിച്ചു വെച്ച് നമ്മൾ യോജിപ്പിച്ച ഈ കിട്ടിയ സർക്കിൾ, അത് തിരിച്ചു വെച്ച് യോജിപ്പിച്ച് നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പോൾ 1 ആണ് ആൻസർ. നെക്സ്റ്റ് 77ൽ വ്യത്യസ്തമായത് കണ്ടെത്തുകയാണല്ലോ. ഓഡ് വൺ, യു വാണ്ട് ടു ഫൈൻഡ് ദ ഓഡ് വൺ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് സിമ്പിളാണ്. 4 ആണല്ലേ, 4 സൈഡുണ്ട്, 4 സൈഡ് ട്രയാങ്കിൾ, 3 സൈഡ് മാത്രമേ ഉള്ളൂ. ആണ് ഓഡ് വൺ. നെക്സ്റ്റ് അടുത്ത പിക്ചറും വളരെ എളുപ്പത്തിലുള്ള പിക്ചറാണ്. നമുക്ക് ഓഡ് വൺ കണ്ടെത്താനായതുകൊണ്ട് ഈ ഡോട്ടിൻ്റെ ഒന്ന് എണ്ണ അളന്ന് നോക്കാം. നമുക്ക് ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, പക്ഷെ ഇവിടെ ഡോട്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ആൻസറാണ് നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷനായിട്ട് കിട്ടുക. ഈ ക്വസ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് 1² + 2² + 3² ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 + 4 + 9, 9 14, 14 കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ, ആ സെയിം ലോജിക് ക്വസ്റ്റ്യൻ തന്നെയാണ് 80ൽ റിപ്പീറ്റ് ചെയ്തത്. ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ബ്ലോക്ക് വരുമ്പോൾ 1 1 2, പിന്നെ ഈ വലിയ ചതുരം 3 എണ്ണം ഉണ്ടായിരിക്കും. ഇതേമാതിരി ഇവിടെ ഈ ബ്ലോക്കിലും ഒന്നിട്ടായിരിക്കും 3 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ ഈ ടോട്ടൽ ബ്ലോക്കിലും 3 എണ്ണം ഉണ്ടായിരിക്കും. 3 3 6 3 9 എണ്ണം കറക്റ്റായിട്ട് കിട്ടും. അടുത്ത മിററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യത്തിലെ ഓരോ വാക്കിൻ്റെയും കണ്ണാടിയിലെ പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. കണ്ണാടിയിലെ പ്രതിബിംബം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എച്ചും ഐ ടി ഒക്കെ സെയിം പ്രതിബിംബം ഉണ്ടാക്കുക. W 43 W സെയിം പ്രതിബിംബം ഉണ്ടാക്കുക അല്ലേ. W സെയിം പ്രതിബിംബമാണ് കണ്ണാടിയിൽ ഉണ്ടാക്കുക. അപ്പോൾ W സെയിം പ്രതിബിംബം ഉണ്ടാക്കുന്നത് ഇവിടെ 3 എണ്ണം ഉണ്ട്. പിന്നെ ഈൻ്റെ പ്രതിബിംബം നമുക്ക് ഇങ്ങനെയാണ് കണ്ണാടിയിൽ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇയാൾ ഒഴിവാക്കാം. പിന്നെ W കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ 2 ഓപ്ഷൻ വരുന്നുണ്ട്, അങ്ങനത്തെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ T അൾട്ട അടിച്ചിട്ടുണ്ട്. ഇവിടെ T തല ഇൻവേർട്ടഡ് ആണ്, അതുകൂടി മൈൻഡ് ചെയ്യണം. അപ്പോൾ W E നോക്കിയിട്ട് TIH, പിന്നെ ലെറ്റർ കറക്റ്റ് ഓർഡറിലല്ലേ നോക്കണം. ലെറ്റർ മാത്രം നോക്കിയാൽ പോരാ. E കഴിഞ്ഞ് T തന്നെയാണ്. ടീൻ്റെ അപ്പുറത്ത് I തന്നെ നിൽക്കണം, Iൻ്റെ അപ്പുറത്ത് H നിൽക്കണം, W നിൽക്കണം, ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ 4 ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. 82ാം ചോദ്യം മിറർ ഇമേജുമായി ബന്ധപ്പെട്ടാണ്. FIXING. നമ്മൾ G തന്നെ നമുക്ക് ആദ്യം നോക്കാം. G എന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. G അല്ലേ, ഈ G നിൽക്കുന്നത് ഇവിടെ ഫസ്റ്റ് G തന്നെ വരണം. അപ്പോൾ ഈ 2 ഓപ്ഷനും തെറ്റാണ്. G മാത്രമുള്ള ഓപ്ഷൻ ഇതാണ്. പിന്നെ നമുക്ക് F ആണ് ഇതിൽ ചേഞ്ച് ഉള്ളത്. F നമുക്ക് ഇതിനോട് ഫേസ് ചെയ്ത് ഇങ്ങനെ തന്നെ നിൽക്കണം. അപ്പം നമുക്ക് പിന്നെ ഇതിലൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഗെറ്റ് ദിസ് ഈസ് ദ ആൻസർ എന്ന് കിട്ടും. അടുത്ത ദിവസം വളരെ എളുപ്പമാണ്. ഒരു ഇതുമില്ലാതെ ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. 83ാം ചോദ്യം. പട്ടിക പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ലൈൻസിൻ്റെ എണ്ണം നോക്കിയാൽ മതി. 4 3 2 3 2 4 2 3 4. തീർച്ചയായിട്ടും ഇവിടെ 4 എണ്ണമുള്ള 2 4 3 3 ഒരു ഓപ്ഷനാണ് വേണ്ടത്. 3 ഓപ്ഷൻ 2 എണ്ണം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം എന്നുള്ളതാണ്. 84ാം ചോദ്യം. ഈ ഫിഗർ നിന്ന് ഈ ഫിഗറിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് മാത്രം തിരിയുന്നു. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം തിരിയുന്നു. അവിടെ എത്തി. ഇത് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം തിരിയുന്നു. വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുമ്പോൾ ഇത് ഇവിടേക്ക്
ഇത് ഇങ്ങനെ തിരിച്ചിങ്ങനെ ആവും, അപ്പോൾ തിരിച്ച് വരും. അപ്പോൾ ഇത് ഇതേമാതിരി തന്നെയാണ്. ഇത് ഈ ഫിഗർ ഇതേമാതിരി തന്നെ നിൽക്കുന്നു. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഈ ഫിഗർ വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതിയിട്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വീണ്ടും തിരിയുമ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ വരും. ഇവിടെ അതേമാതിരി ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുന്നു, ഇത് വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുന്നു. അപ്പോൾ ഈ ആൻസറാണ് നമ്മൾ ഫോർത്ത് ആൻസറാണ് നമ്മളിതിൻ്റെ കറക്റ്റ്. ഫോർത്ത് ആൻസറാണ് കറക്റ്റ് ആൻസർ. അടുത്തത് സംഖ്യാ മാട്രിക്സ് ആണ്. സംഖ്യാ മാട്രിക്സുമായിട്ട് റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 6 + 7 6 7 13. 13 × 5 നമുക്ക് എന്ത് കിട്ടും? 65 കിട്ടും. 3 2 5 5 4 ഗുണിച്ച് 20 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 45 കിട്ടണം. 9 × 5 ആണ് 45. അപ്പോൾ ഇവിടെ 1 വരണം. 1 + 4 5. 9 × 5 45. ഇതിപ്പോൾ കറക്റ്റ് ആൻസർ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. അടുത്ത ന്യൂ മാട്രിക്സ് തന്നെയാണ്, സംഖ്യാ മാട്രിക്സ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 11 + 6 17. 11 കൂടെ 6 കൂട്ടിയ 17. 19 കൂടെ 6 കൂട്ടിയ 25. 6 + 6 12. 28 + 6 34. അപ്പോൾ 13 + 6 19. 8 + 6 എന്ത് കിട്ടും? 14 കിട്ടും. ആൻസർ 614 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസ് ഡൈ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഈ 4 സ്കോർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ പൊസിഷൻ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ നമ്മൾ ഫോം ചെയ്യണം. പിക്ചർ ഫോം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാം. അതായത് നമ്മൾ ഡൈ പൊളിച്ച് വയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് ഇത് നമ്പർ വരച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് 5 4 1 അടുത്തടുത്താണ്. 5 4 1 അടുത്തടുത്ത് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. 5 4 ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1 ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് എതിരായിട്ട് വരും. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് എതിരായിട്ട് വരും. ഇതൊക്കെ അടുത്തടുത്ത് ഇറക്കണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുക. പിന്നെ കിട്ടുന്നത് 4 6 3 ആണ്. അപ്പോൾ 4 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 6 ഇവിടെ മാർക്ക് ചെയ്യാം. 6 ഇവിടെ മാർക്ക് ചെയ്യാൻ പാടില്ല. 3യും ഇവിടെ മാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എതിരായി പോകും. പിന്നെ ഇവിടെ മാർക്ക് ചെയ്യാം, അത് ഓക്കെ. പിന്നെ 2 6 5 ആണ്. അപ്പോൾ 2 6 5 അടുത്തടുത്താണ്. പിന്നെ അപ്പോൾ 2 മാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 2 6 5 ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എക്സ് സ്ഥാനത്ത് ഡൈസിൻ്റെ ചുവട്ടിലെ മുഖത്തെ സംഖ്യ ഏതാണ്. എക്സ് സ്ഥാനം എന്ന് പറയുന്നതാണ് ചുവട്ടിലെ മുഖം എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഓപ്പോസിറ്റാണ്. 5ൻ്റെ ഓപ്പോസിറ്റ് ആണ് ഒരിക്കൽ ഒരു പണിയില്ല. 5ൻ്റെ ഓപ്പോസിറ്റ് ആരാ വരിക? 3 ആണ് ഇവിടെ വരിക. തർഫോർ കറക്റ്റ് ആൻസർ എന്നാണ് ഈ ഓപ്ഷൻ കിട്ടും. ഇനി ചോദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ സ്ഥാനത്തുള്ള ഡൈസിൻ്റെ ചുവട്ടിലെ മുഖം. വൈ എന്ന് പറയുമ്പോൾ ഇതാണ് പൊസിഷൻ. 4 ആണ് മുകളിൽ. 4ൻ്റെ ഓപ്പോസിറ്റാണ് വരിക. 4ൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ, ഇവിടെ എത്ര വരണേ? ഇതാണ് എതിരെ കടക്കാരി. എതിരെ കടക്കാരി എപ്പോഴും ആൾട്ടർനേറ്റീവ് വരിക. 4ൻ്റെ ഓപ്പോസിറ്റ് 2 അടക്കണം. അപ്പോൾ നമുക്ക് 88ൻ്റെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് എന്ത് എഴുതാം? 2 എഴുതാം. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉള്ളത് വിച്ച് നമ്പർ ലൈസ് ഓപ്പോസിറ്റ് 6 എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മുമ്പ് 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നമ്പർ ലൈസ് ഓപ്പോസിറ്റ് 6. 6ൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ. 6ൻ്റെ ഓപ്പോസിറ്റ് ആരാ അടക്കണത്? 6ൻ്റെ ഓപ്പോസിറ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 6ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 1 ആണ്. ആൾട്ടർനേറ്റീവ്. 6ൻ്റെ ഓപ്പോസിറ്റ് ആരാ അടക്കണത്? 1 അടക്കണത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് നമ്പേഴ്സ് ആർ ഹിഡൻ ബിഹൈൻഡ് ദ നമ്പർ 6 and 5 ഇൻ ദ പൊസിഷൻ. ഇവിടെ നോക്കിയാൽ 6ൻ്റെയും 5ൻ്റെയും പൊസിഷനിൽ ഹിഡൻ ആയി കിടക്കുന്നത്. 6ൻ്റെയും 5ൻ്റെയും പൊസിഷനിൽ ഹിഡൻ ആയി കിടക്കാൻ എപ്പോഴും ഓപ്പോസിറ്റുള്ള ആൾക്കാരായിരിക്കും. 6ൻ്റെ ഓപ്പോസിറ്റ് 5ൻ്റെ ഓപ്പോസിറ്റ്. 6ൻ്റെ ഓപ്പോസിറ്റും 5ൻ്റെ ഓപ്പോസിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. 6ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോൾ 1ഉം 3 ആയിരിക്കും. ആൻസർ ഇവിടെ ഉണ്ട്. 1ഉം 3 എന്നുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ 90 ക്വസ്റ്റ്യൻസ് നമ്മൾ 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്നു, ഉപകാരപ്പെട്ടിരുന്നു എന്ന് കരുതുന്നത് തന്നെയാണ്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും വളരെ നന്ദിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇനിയും ഒരുപാട് എക്സാമുകൾ എഴുതാനുണ്ട്. 10ാം ക്ലാസ്സിൽ NTSC എന്ന് പറയുന്ന നല്ലൊരു എക്സാം നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുണ്ട്.
തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ എക്സാമുകളൊക്കെ ബിൽഡപ്പ് ചെയ്ത് അതിനേക്കൊക്കെ ബിൽഡപ്പ് ചെയ്ത് മാറണം. നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് എപ്പോഴും നമുക്കിത് ഭാവിയിൽ എല്ലാ വിവരങ്ങളും നമുക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പെട്ടെന്ന് തന്നെ ഒരു ജോലിയിൽ കയറാനൊക്കെ ഇത് ഉപകരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.